ഒരു മുംബൈയിൽ സ്റ്റാലിൻ്റെ മുൻപിൽ വെച്ച് ആൻ്റപ്പനെ തല്ലുകയാണ് നമ്മുടെ അലീന എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ ആൻ്റപ്പനാണ് എല്ലാത്തിൻ്റെയും പിന്നിലെന്ന് അലീന തിരിച്ചറിയുന്ന മുഹൂർത്തങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, പപ്പയെ പറ്റിക്കാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ആൻ്റപ്പൻ ചേട്ടാ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. വിശ്വസിക്കുന്ന പപ്പയെ തന്നെ ചതിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് ലഭിക്കുന്നത് എന്നും അലീന ചോദിക്കുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ മോളെ തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അലീന ചോദിക്കുകയാണ്, ഇതാണോ തെറ്റ്? ഇതിങ്ങനെയാണോ തെറ്റ് എന്ന് പറയുന്നു. ഇതിനെ മോഷണമെന്നല്ലേ പറയുന്നത് ആൻ്റപ്പൻ ചേട്ടാ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആൻ്റപ്പനാണെങ്കിൽ തൻ്റെ തെറ്റ് താൻ അംഗീകരിക്കുകയാണെന്നും കേണൽ സാബിനോട് പറയരുതെന്നും പറയുന്നത് കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ അലീന പറയുന്നുണ്ട്, പപ്പയും അറിയട്ടെ നിങ്ങളുടെ ചതികളും നിങ്ങളുടെ ലീലാവിലാസങ്ങളും. അത് പപ്പയെ അറിയാതിരുന്നാൽ ശരിയാകില്ല എന്ന് പറയുന്നതാണ് കാണാൻ സാധിക്കുക. കാരണം പപ്പയ്ക്ക് നിങ്ങളെ വല്ലാത്ത വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് കോട്ടം തട്ടിക്കണം എന്ന് വിചാരിച്ചല്ല. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു ചതിയായി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് പപ്പയോട് പറഞ്ഞേ മതിയാവുകയുള്ളൂ. എനിക്ക് എന്തായാലും ഒന്നും മറച്ചു പിടിക്കാനായിട്ട് ഉദ്ദേശവുമില്ല, ആഗ്രഹവുമില്ല. അതിനുശേഷം പപ്പ എന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ നിന്നാൽ മതി എന്ന് പറയുന്നതാണോ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ ആൻ്റപ്പൻ പറയരുതെന്ന് പറയുമ്പോൾ എന്തിനാ വീണ്ടും പപ്പയെ ചതിക്കാനാണോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് തന്നെ പപ്പ ഇനിയും വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. നിങ്ങൾ അവസരം മുതലെടുത്തുകൊണ്ട് പപ്പയെ സുഖമായി കബളിപ്പിക്കും. അത് ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഇനിയും എൻ്റെ പപ്പയെ വെച്ച് സമ്പാദിക്കണ്ട എന്ന് പറയുന്നതാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ആൻ്റപ്പനാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കണം. അപ്പോഴേക്കും ഔതുക്കുട്ടി ചോദിക്കുന്നുണ്ട്, എടാ ആൻ്റപ്പ, എങ്ങനെ സാധിക്കുന്നടാ ഇങ്ങനെ പാവത്തെ പോലെ നിന്ന് പറ്റിക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ്. നിന്നെയൊക്കെ സമ്മതിക്കണമല്ലോ, നീയപ്പോൾ എന്തോരം നാടകം കളിച്ചിട്ടുണ്ടാകും ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി, നീ എന്തോരം മോഷ്ടിച്ചിട്ടുണ്ടാകും എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ എൻ്റെ ഔതുക്കുട്ടി ചായ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നീ ചെയ്തതൊക്കെ കൃത്യമായും വ്യക്തമായും എനിക്ക് മനസ്സിലായിട്ടുണ്ടടാ. അതുകൊണ്ട് തന്നെ നിന്നെ ഇനി അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. സ്റ്റാലിയോട് ഞാനും പറയും. എന്തായാലും അവൻ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ 100 നാവായിരുന്നു അവന്. ഇനി എന്തായാലും അത് ഉണ്ടാകില്ലല്ലോ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അതായത് അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ വിചാരിച്ച പോലെ തന്നെയാണ് നടക്കുന്നതെന്നാണ് അവൻ കരുതിയിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ കരുതേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവനെ നിങ്ങൾ നല്ല രീതിയിൽ പറ്റിക്കുകയായിരുന്നില്ലേ, മുതലെടുക്കുകയായിരുന്നില്ലേ എന്ന് നമ്മുടെ ഔതക്കുട്ടിയും ചോദിച്ചതിലുപരി സ്റ്റാലിനെ വിളിക്കുകയാണ് അലീന പപ്പ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതേ സമയം എന്താ മോളെ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻലി ഇറങ്ങി വരുന്നു. ഒടുവിൽ തിരിമറിയെക്കുറിച്ചും അട്ടിമറിയെക്കുറിച്ചും സ്റ്റാൻലിയോട് അലീന തുറന്നു പറയുന്നൊരു കാഴ്ചയാണ്
കാണാൻ സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. വേണ്ട മോളെ, നമുക്ക് അവർ ചെയ്തത് ഇനി ചെയ്യാതെ ഇരുന്നാൽ മതി എന്ന് പറയുന്നു. കൂടാതെ ആൻ്റപ്പ, നിങ്ങൾ ചെയ്തതിലോട് തന്നെ എനിക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസമൊക്കെ പോയിരിക്കുകയാണെന്നും മേലിൽ നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കണ്ട എന്നും നിൻ്റെ ജോലി എന്താണോ അതുമാത്രം നീ ചെയ്താൽ മതിയെന്നും ബില്ലും ക്യാഷും സംബന്ധമായ കാര്യങ്ങളൊന്നും നീ തൊടേണ്ടതില്ലെന്നും അതൊക്കെ ഇനി എൻ്റെ മോള് അലീന നോക്കിക്കോളുമെന്നും നമ്മുടെ സ്റ്റാൻലി പറയുന്നത് കാണാം. തുടർന്ന് പൗലോസിനെയും ബൈജുവിനെയും വിളിക്കുകയാണ് സ്റ്റാൻലി. നിങ്ങളും കൂടി ചേർന്നാണല്ലേ തനിക്ക് പണി വെച്ചത് എന്ന് ചോദിക്കുന്നു. നീ എന്നിട്ട് എൻ്റെ മകള് ആവശ്യമില്ലാതെ നിന്നോട് യുദ്ധത്തിന് വരുന്നതെന്ന് പറഞ്ഞ് നീ അവളെ തന്നെ പുറത്താക്കാൻ നോക്കിയല്ലേടാ. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അവൾ വന്ന് എല്ലാം ശ്രദ്ധിച്ചു തുടങ്ങിയെന്നായപ്പോൾ നിങ്ങളൊക്കെ കൂടി അവളെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. കെണസാബ് എന്ന് പറയുമ്പോൾ മിണ്ടിപ്പോകരുത്, നിൻ്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായി. ഇനി നീ കേട്ടോ, നീ ഇനിയുടെ ജോലി ചെയ്യുന്നത് അലീനയുടെ കാരുണ്യത്തിലാണ്, അലീനയുടെ കാൽക്കലാണ്. നീ മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ശിക്ഷിക്കാനും പറഞ്ഞു വിടാനുമുള്ള അധികാരം അവൾക്കുണ്ട് എന്ന് പറയുന്നു. ഇത് പറ്റില്ലെങ്കിൽ നിനക്ക് പോകാമെന്ന് പറയുന്നു. പോകുന്നതിന് മുമ്പ് എന്നെ പറ്റിച്ച് ഉണ്ടാക്കിയ പൈസ ഇവിടെ വെക്കണമെന്ന് പറയുന്നു. അല്ലെങ്കിൽ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി കേസ് കൊടുക്കുമെന്ന് പറയുന്നു. ഇവിടെ നിൽക്കുന്നോ അതോ പോകുന്നോ പൗലോസെ നീ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഞാനിവിടെ നിന്നോളാമെന്നും കുഞ്ഞിനെ അനുസരിച്ചോളാമെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ആൻ്റപ്പ, നിന്നിൽ നിന്നും ഞാൻ ഇത്തരം ഒരു ചതി വിചാരിച്ചില്ല. നീ സ്നേഹം നടിച്ചു നിന്ന് എന്നെ നല്ല രീതിയിൽ പറ്റിച്ചുവല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം സാബ് എന്ന് വിളിച്ച് നമ്മുടെ ആൻ്റപ്പൻ മാപ്പ് പറയാനായിട്ട് ഒരുങ്ങുമ്പോൾ ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി പപ്പ ഒരു ദയയും ചേട്ടന് തരുമെന്ന് വിചാരിക്കേണ്ട. ചേട്ടൻ്റെ കള്ളത്തരങ്ങൾക്കുള്ള ശിക്ഷയാണ് ചേട്ടനിപ്പോൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് അലീന പറയുകയും നമ്മുടെ ആൻ്റപ്പനെ തല്ലുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്